നേരത്തെ മുതലേ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഒരിടത്ത് വെക്കാനൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പം അമ്മയൊക്കെ ചെയ്യുമ്പോഴും അമ്മ ഓരോ സാധനങ്ങളെടുത്ത് പൊട്ടിച്ച് ഓരോ പാത്രങ്ങളിലിടുമ്പം ഞങ്ങൾ അതിൻ്റെ മൂട്ടിപ്പോയി നിന്ന് കഥയൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ പൊട്ടിച്ചിടാറുണ്ട്. അന്ന് മുതലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ സാധനങ്ങൾ മേടിക്കാൻ പോയായിരുന്നേ. ഒരു $200 കയ്യിൽ നിന്ന് പൊട്ടി. എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഹെന്ന ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഹെന്നയുടെ സാധനം മേടിച്ചു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഫ്രോസണാണ് കിട്ടുക. ഇവിടെ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഭയങ്കര ചെറുതാണ് കേട്ടോ, മിനി ഫ്രിഡ്ജാണ്. അതുകൊണ്ട് ഈ ഫ്രോസൺ സാധനങ്ങൾ ഞങ്ങൾ അധികം മേടിക്കാറില്ല. പിന്നെ ഞാൻ കുറച്ച് സീഡ്സ് മേടിച്ചു. അത് വെച്ച് ഞാനൊരു സീഡ് ബൗൾ ഉണ്ടാക്കാൻ പോവാണേ. പിന്നെ അച്ചാർ, ഇവിടെ എപ്പോഴും ഓടുന്നൊരു സാധനമാണ് അച്ചാർ. അതുകൊണ്ട് അച്ചാർ, പിന്നെ ഉഴുന്ന്, ഉലുവ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടി. ഇത്രയും വലിയ ബില്ലായിരുന്നു. യെസ്, അതാ പറഞ്ഞത്, $200 കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് കണ്ടിട്ട് ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളൊരു 4 പേരുണ്ട്. ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു എക്സ്പെൻസ് ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, സാധനങ്ങൾക്ക് പലതിനും ഓരോ ദിവസവും വെച്ചിട്ട് വില കൂടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഇൻഫ്ലേഷൻ, യെസ്, ഇറ്റ് ഈസ് റിയൽ, ഹാർഡ് റിയാലിറ്റി. അത് പക്ഷേ ഇവിടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഫ്രൂട്ട്സ് ഇവിടെ ചീപ്പൊന്നും അല്ല, പക്ഷേ കുഴപ്പമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫ്രൂട്ട്സ് അതിനെല്ലാത്തിനും ഇപ്പോൾ വില കൂടും.